മല്ലിക സുകുമാരൻ എന്ന അതുല്യ നടിയോടാണ് പറയുന്നത്. ഇന്നലെ മല്ലിക സുകുമാരൻ അതീവ വികാരഭരിതയായൊക്കെ മാധ്യമങ്ങളിൽ സംസാരിക്കുന്നത് കേട്ടു. എൻ്റെ മകൻ കൊടി പിടിച്ചിട്ടില്ല, അവൻ ആരെയും ചതിച്ചിട്ടില്ല, അവനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെ. മകൻ ആരെയും ചതിച്ചിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് മല്ലിക സുകുമാരന് പറയാൻ സാധിക്കുമോ? ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ചതിച്ചു, തെറ്റായി പ്രചരിപ്പിച്ചു അവരെ കുറിച്ച് എന്നുള്ളതാണ്. അതായത് ഗോത്ര കലാപം എവിടെ നിന്ന് തുടങ്ങി, അത് എങ്ങനെ തുടങ്ങി, എന്തിനു തുടങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ഈ സിനിമയെക്കുറിച്ചൊരു വാക്ക് പോലും ഇവിടെയുള്ള ഒരാൾ പോലും ശബ്ദിക്കില്ല. ഈ റീ എഡിറ്റിങ്ങിന്റെ ആവശ്യമില്ല, ഈ റീ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങളില്ല, പൃഥ്വിരാജിനെതിരെ ശബ്ദമുയർത്തില്ല, മോഹൻലാലിനെതിരെ ആരും സംസാരിക്കില്ല, ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ആരും അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ സിനിമയിൽ ഹിന്ദുക്കളെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് നടത്തിയിട്ടുള്ളത്? മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് നടത്തിയ ആക്ഷേപങ്ങൾ. അപ്പോ ഈ സിനിമയിൽ ഹിന്ദുക്കളെ മോശമായി പരാമർശിക്കുക, ജിഹാദി വൽക്കരണം നടത്തുക, അത് തന്നെയാണ് പൃഥ്വിരാജ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ പൃഥ്വിരാജിനെ കൊണ്ട് അങ്ങനെ ചിലർ ഉദ്ദേശിപ്പിച്ചത് അത് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആളറിഞ്ഞ് കളിക്കട എന്നാണ് സുപ്രിയ മേനോൻ പറയുന്നത്. ആളറിഞ്ഞ് തന്നെയാണ് മാഡം ഞങ്ങളൊക്കെ കളിച്ചത്. ചില മാധ്യമങ്ങളെയൊക്കെ നിങ്ങൾക്ക് പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞു കാണും, പക്ഷേ എല്ലാ മാധ്യമങ്ങളെയും അങ്ങനെയല്ല. സത്യസന്ധരായ ഒരുപാട് മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്, അത് ഓൺലൈൻ മാധ്യമങ്ങളായി കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതായത് ആളറിഞ്ഞ് കളിക്കട, ഇല്ലെങ്കിൽ ഞങ്ങൾ കളി പഠിപ്പിക്കും എന്നാണ് സുപ്രിയ മേഡത്തിന്റെ ഒരു താക്കീതും ഭീഷണിയും. പക്ഷേ ഞങ്ങൾ ആളറിഞ്ഞ് തന്നെയാണ് കളിച്ചത് എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ, അത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഇല്ലാതെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പറയുന്നത്. നിങ്ങൾ കാണിക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ അത് ഇരു കൈയും നീട്ടി ആ സിനിമയെ സ്വീകരിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ജനങ്ങൾ പ്രതീക്ഷിച്ചത് സ്റ്റീവൻ നെടുമ്പള്ളിയിൽ നിന്ന് എബ്രഹാം ഖുറേഷിയിലേക്കുള്ള മോഹൻലാലിന്റെ ആ യാത്ര. അതെങ്ങനെയാണ് മോഹൻലാൽ എങ്ങനെയാണ് എബ്രഹാം ഖുറേഷി ആയത്, അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷിയിൽ നിന്ന് എങ്ങനെയാണ് മോഹൻലാൽ ലൂസിഫറിലെ സ്റ്റീവൻ നെടുമ്പള്ളിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഇത് രണ്ടും കണക്ട് ചെയ്യാതെ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളിലൂടെ ആരെയൊക്കെയോ സുഖിപ്പിക്കാനായി ആരുടെയൊക്കെ ഫണ്ട് വാങ്ങിക്കൊണ്ട്, ഈ ഫണ്ടിന്റെ കാര്യമൊന്നും ഇതുവരെ കൃത്യത വന്നിട്ടില്ല, ഇതൊക്കെ ആരോപണങ്ങളാണ്. അത്തരത്തിൽ NIA EDയും ഒക്കെ അന്വേഷണവുമായി രംഗത്തിറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. മോഹൻലാലിന്റെ ഖേദപ്രകടനങ്ങളൊന്നും ഫാൻസ് അസോസിയേഷൻ ഏറ്റെടുത്തിട്ടില്ല. കാരണം അവർ പറയുന്നത് മോഹൻലാൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാരണം ഈ സിനിമയിൽ അഭിനയിച്ചത് എന്നുള്ളതാണ്. മോഹൻലാലിനെ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും പോകുന്നില്ല. മോഹൻലാൽ അത്ര വിഡ്ഢിയായിട്ടുള്ള ആളൊന്നുമല്ല. 45 വർഷം സിനിമയിൽ ഏതറ്റം വരെ പോകാൻ കഴിയുമ്പോൾ വിജയത്തിന്റെ അങ്ങ് അറ്റം വരെ പോയ ഒരു നടനാണ് മോഹൻലാൽ. അപ്പോൾ മോഹൻലാൽ അറിയാതെ ഈ സിനിമകൾ നടന്നു. മേജർ രവി മോഹൻലാലിന്റെ നാവായി വന്നുകൊണ്ട് പ്രിവ്യൂ ഷോകളൊന്നും മോഹൻലാൽ കാണാറില്ല, പ്രിവ്യൂ ഷോകൾ മോഹൻലാൽ കണ്ട് അതിൽ അഭിപ്രായം പറയാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. പ്രിവ്യൂ സിനിമ മോഹൻലാൽ കണ്ടു എന്ന ഇതിലെ ഒരു പ്രൊമോഷനിൽ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, പ്രിവ്യൂ സിനിമ ഞാൻ കണ്ടു, വളരെ മികച്ച മേക്കിംഗ് ആണ് അതിൽ നടന്നത് എന്ന് മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിവ്യൂ ഷോ കാണാതെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിച്ചത്. തന്റെ കഥാപാത്രത്തെ കുറിച്ച് മാത്രമേ മോഹൻലാൽ സംസാരിക്കാറുള്ളൂ, കേൾക്കാറുള്ളൂ. ഇതൊക്കെ വെറുതെയാണ്. ഇതിന്റെ തുടക്കം തന്നെ ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോഴും പറയുന്നു, ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, കാണാനൊട്ട് ഉദ്ദേശവുമില്ല. അത് ഈ സിനിമ വിവാദമായതുകൊണ്ടല്ല, വലിയ ഹൈപ്പായി വരുന്ന സിനിമകൾ കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. എന്തായാലും മല്ലിക സുകുമാരന്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുന്നു. ഒരു അമ്മയാണ്, മകനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ വരുമ്പോൾ ഒരു അമ്മ പ്രതികരിക്കുന്നത് വികാരഭരിതയായിട്ടായിരിക്കും. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കില്ല പ്രതികരിക്കുന്നത്. പക്ഷേ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ ജീവനാടി, പൃഥ്വിരാജ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന പൃഥ്വിരാജിന്റെ പ്രിയ പത്നി സുപ്രിയ മേനോൻ ഇട്ട പോസ്റ്റിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ്. ആളറിഞ്ഞ് കളിക്കേണ്ടത് നിങ്ങളാണ് എന്ന് തിരിച്ചു പറയേണ്ട അവസ്ഥയിലേക്ക് സുപ്രിയയുടെ പോസ്റ്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റ് ഇങ്ങനെയാണ്:
കേരളം പഴയ കേരളം അല്ല. നെറുകേട് കാണിക്കുന്നത് ഏത് തമ്പുരാനാണെങ്കിലും ഒരു നേതാവും മുന്നിൽ നിന്ന് നയിച്ചില്ലെങ്കിലും ആത്മാഭിമാനമുള്ള അണികൾ മതി കാര്യങ്ങൾക്ക് മാറ്റം വരാൻ എന്ന് തെളിയിച്ചിരിക്കുകയാണ് എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗ് വിവാദം. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ജനകീയ വിപ്ലവത്തിന്റെ വിജയമാണ് എമ്പുരാൻ റീ എഡിറ്റിംഗ്. ബ്രഹ്മാണ്ഡ സിനിമ ജനരോക്ഷത്താൽ തിരിച്ചു വിളിച്ചിരിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായാണ്. സെൻസർ ബോർഡ് അംഗങ്ങൾക്കുൾപ്പെടെ കിട്ടിയ ചുട്ടയടിയാണ് എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗ്. തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ സെൻസർ ബോർഡ് ആസ്ഥാനത്താണ് മോഡിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായത്. അവധി ദിവസങ്ങളിലാണ് സെൻസറിങ്ങും റീ എഡിറ്റിംഗും നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. സിനിമയെ ചൊല്ലിയുള്ള പ്രതിഷേധവും വ്യാപക പരാതികളും ദേശീയ തലത്തിലടക്കം ഉയർന്നിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. മാത്രമല്ല, ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളിൽ കേന്ദ്രവും ചില കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്താൻ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഈ പണമൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വിതരണക്കാർ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഉപയോഗിച്ച പണങ്ങൾ, ഒരുപാട് നിർമ്മാതാക്കൾ ഉണ്ടെന്ന് പറയുന്നു, ചിലർ ഇല്ല എന്ന് പറയുന്നു. ഇതിന്റെ സത്യാവസ്ഥയും നമുക്കറിയില്ല. ലൈക്ക പിന്മാറിയ ഉടൻ തന്നെ ഗോകുലം ഗോപാലൻ ഈ സിനിമ ഏറ്റെടുക്കുന്നു. ആദ്യം ഗോകുലം ഗോപാലനെ സമീപിച്ചപ്പോൾ വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് അദ്ദേഹം ഇത് ഏറ്റെടുത്തില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പിന്നീട് പെട്ടെന്ന് അദ്ദേഹത്തിന് പണം ഉണ്ടാവുന്നു, പെട്ടെന്ന് ഇതിന്റെ വിതരണക്കാരനായി മാറുന്നു അദ്ദേഹം. അപ്പോൾ ഇതിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതെന്തൊക്കെ മറച്ചു പിടിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ഇതിന്റെ ദുരൂഹതകൾ പുറത്തു വരിക തന്നെ ചെയ്യണം. ഒരു സിനിമയാണ്, കലയാണ്, കലയെ കലയായി കാണണം. തീർച്ചയായും അത് അംഗീകരിക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മേൽ കൈകടത്താൻ പാടില്ല, അതും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് മാത്രം നെഞ്ചത്തടിക്കുന്ന ആണിയാകുമ്പോഴാണ് അവിടെ നമ്മളൊക്കെ അവിടെ ഇടപെടലുകൾ നടത്തുന്നതും അവിടെ വിമർശിക്കപ്പെടുന്നതും എന്നുള്ളതാണ്. ഈ എന്താ പറയുക, ഈ മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെ കത്തിക്കുമെന്ന് നേരത്തെ ഇസ്ലാമിക് ജിഹാദികളുടെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെയല്ല, ഇത് തകർക്കപ്പെടും, ബോംബ് വെച്ച് തകർക്കപ്പെടും എന്നുള്ളത്. മാത്രമല്ല, ഈ പൃഥ്വിരാജിന്റെ പേരുൾപ്പെടെ ഇപ്പോൾ വിവാദങ്ങളിൽ, സെയ്ദ് മസൂദ് എന്ന പേര് ലക്ഷറി തൈബയുടെയും ISIS ഭീകരരുടെയും ഒക്കെ പേരുമായി ബന്ധപ്പെട്ടുള്ള ചില പേരിന്റെ അവസാന വാക്കുകൾ എന്നൊക്കെ പറഞ്ഞ് പുറത്തു വരുന്നുണ്ട്. ലാലേട്ടൻ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടോ, പൃഥ്വിരാജ് കരഞ്ഞു കാല് പിടിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മല്ലികാ സുകുമാരൻ നിലവിളിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. സുപ്രിയ ഭയന്ന് കുറച്ചതുകൊണ്ടും കാര്യമില്ല. സിനിമയെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമെന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ലൂസിഫർ ഇത്ര വലിയ വിജയം നേടിയത്. അതങ്ങനെ അല്ലാതാകുമ്പോഴാണ് ഇവിടെ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.